EPF നിക്ഷേപങ്ങൾ എപ്പോൾ വേണമെങ്കിലും പൂർണ്ണമായി പിൻവലിക്കാം. പിൻവലിച്ചോളൂ. ഒരു കാരണവും നൽകാതെ തന്നെ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ കേന്ദ്രം അനുമതി നൽകി. പെൻഷൻ തുക ഒഴികെയുള്ള നിക്ഷേപമാണ് പിൻവലിക്കാനാവുക. പി ആർ സുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. നിബന്ധനകളെല്ലാം മാറി അല്ലേ? അപ്പോൾ ഇനി നിക്ഷേപത്തുക പെൻഷൻ ഒഴിച്ച് ബാക്കി തുക മുഴുവൻ പിൻവലിക്കാമെന്നുള്ളതാണ്. ഒരുപാട് പേർക്ക് അത് ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇനി ഒരു കണ്ടീഷനും ഇല്ല അല്ലേ? ഗുഡ് മോർണിംഗ് പി ആർ സുനിൽ. ഗുഡ് മോർണിംഗ് അരുൺ. ഏതായാലും കേന്ദ്ര സർക്കാർ ഒരു വലിയ തീരുമാനം തന്നെയാണ് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. ഇന്നലെ ചേർന്ന EPF ട്രസ്റ്റി ബോർഡ് യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തത്. രാജ്യത്തെ 30 കോടി EPF അക്കൌണ്ട് ഹോൾഡർമാർക്ക് ഇപ്പോൾ വലിയ ആശ്വാസം നൽകുന്ന വലിയൊരു തീരുമാനം. അതായത് എപ്പോൾ വേണമെങ്കിലും EPF നിക്ഷേപം പിൻവലിക്കാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നൽകുകയാണ്. സാധാരണ നമുക്കറിയാം EPF നിക്ഷേപം എന്നത് ഒരു സർക്കാർ ജീവനക്കാരന്റെയോ സ്വകാര്യ സ്ഥാപനങ്ങളിൽ തൊഴിലെടുക്കുന്ന ആളുടെയൊക്കെ തന്നെ വിരമിക്കുന്ന സമയത്തെ ഒരു നിക്ഷേപമായാണ് സാധാരണ പിൻവലിക്കുക. നേരത്തെ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പിന്നീട് ഇതിൽ ഇളവ് വരുത്തുകയും ചില കാരണങ്ങൾക്ക്, പ്രത്യേകിച്ച് ആരോഗ്യ കാരണങ്ങൾക്ക്, അതുപോലെ തന്നെ വിദ്യാഭ്യാസം, അതുപോലെ വീടുകൾ ഒക്കെ തന്നെ മോടികൂട്ടാനും പുനർനിർമ്മിക്കാനും ഒക്കെയുള്ള ആവശ്യങ്ങൾക്കായി EPF നിക്ഷേപങ്ങൾ ചില ഗഡുക്കളായി പിൻവലിക്കാം എന്നൊക്കെയുള്ള ഒരു നിബന്ധന കൊണ്ടുവന്നിരുന്നു. ഏതായാലും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന തീരുമാനം എന്നത് 100% തുകയും എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം എന്നതാണ്. അതിനെ ഇനി വിരമിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടതില്ല. പെൻഷൻ ഫണ്ട് ഉൾപ്പെടെ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ നിക്ഷേപങ്ങളും, അത് തൊഴിലാളിയുടെ ജീവനക്കാരന്റെ കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ തൊഴിൽ നൽകുന്ന സ്ഥാപനത്തിന്റെ കോൺട്രിബ്യൂഷനും ഉൾപ്പെടെ എല്ലാ തുകയും പിൻവലിക്കാം എന്നുള്ളതാണ്. ഏതായാലും വിപണിയെ കൂടുതൽ ചലിപ്പിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഒരുപക്ഷെ EPF നിക്ഷേപങ്ങൾ കൂടി എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാനുള്ള അനുമതിയിലേക്ക് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പോകുന്നത്. 26 ലക്ഷം കോടി രൂപയാണ് EPF നിക്ഷേപമായി ഇപ്പോൾ നിലവിലുള്ളത്. 30 കോടി EPF അക്കൌണ്ടുകളാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഈ 30 കോടി ആളുകളിലേക്ക് എത്തുന്ന വലിയൊരു വാർത്ത തന്നെയാണ്. താങ്ക് യു. പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്. നിരവധി മനുഷ്യരെ സംബന്ധിച്ച് ആശ്വാസകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ EPF-ലേക്ക് പൈസ ഇട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാമോ, നമ്മളുടെ സർക്കാരിൻ്റെ ഒരു കണക്ക് കണ്ടെത്തിയിരിക്കുന്നത് റിസർവ് ബാങ്കിൻ്റെയും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളുടെയും ഒക്കെ പക്കൽ പിൻവലിക്കാൻ പറ്റാതെ ആളുകൾ മരിച്ചുപോയിട്ട് നിക്ഷേപമൊക്കെ ഇട്ടിട്ടങ്ങ് പോയി, പിന്നീട് തിരിച്ചു വന്നിട്ടില്ല, ബന്ധുക്കളുമില്ല. അങ്ങനെ കോടിക്കണക്കിന് രൂപയാണ് കുവിഞ്ഞുകൂടി കിടക്കുന്നത്. നിക്ഷേപം ഇട്ട് ഇങ്ങനെ പലിശയും നോക്കിയിരുന്നാൽ പോരാ, വല്ലപ്പോഴുമൊക്കെ എടുത്ത് യാത്ര ചെയ്യണം. വല്ലപ്പോഴുമൊക്കെ ചില വേണ്ട മനുഷ്യർക്ക്, അർഹരായ മനുഷ്യർക്ക് അത് കൊടുക്കണം. അവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയൊക്കെ ഒന്ന് കാണണമെന്നേ. പൈസ കൊണ്ട് അതിന് പ്രയോജനം ഉണ്ടാവുന്നത് ഡിപ്പോസിറ്റ് കിടക്കുമ്പോൾ മാത്രമല്ല എന്ന് പറഞ്ഞ് അമിതമായ വ്യയവും അരുത്.